മാസ്റ്റർ കെ അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ മറ്റൊരു സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സയൻറ്റിഫിക് ഓഫീസറിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിനകത്ത് സെക്കൻഡ് പാർട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ക്വസ്റ്റ്യൻസ് ഇതാണ്. ടു ക്യാരി ഔട്ട് റെട്രോസിന്തസിസ് ഓഫ് ഇത് 31ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ടു ക്യാരി ഔട്ട് റെട്രോസിന്തസിസ് അനാലിസിസ് ഓഫ് പാരസെറ്റാമോൾ പിക്ക് ഔട്ട് എ റിയേജന്റ് എ ടു ഡി വിച്ച് ഈസ് ലീസ്റ്റ് ലൈക്ലി ടു ബി യൂസ്ഫുൾ. ലീസ്റ്റ് ലൈക്ലി എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അതായത് അത് വെച്ച് യൂസ് ചെയ്യാൻ പറ്റും, പക്ഷെ ബാക്കിയുള്ളവർ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് മാത്രം യൂസ് ചെയ്യുന്നത്. അതായത് അത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ എന്നാലും ലീസ്റ്റ് ലൈക്ലി ആണ്. അതായത് കൂട്ടത്തിലുള്ള ആൾക്കാരെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും സാധ്യത കുറവാർക്കണമെന്നാണ് ക്വസ്റ്റ്യൻ. അതിനു മുമ്പേ നമ്മൾ നോക്കേണ്ടത് എന്താണ് ഈ റെട്രോസിന്തറ്റിക് അനാലിസിസ് എന്നാണ്. റെട്രോസിന്തറ്റിക് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഇതൊരു ബാക്ക്വേർഡ് അപ്രോച്ചാണ്. നമ്മൾ നോർമലി ഫോർവേഡ് അപ്രോച്ചാണ് എല്ലാ മോളിക്യൂൾസിനെയും പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് ഇപ്പം നമ്മൾ ഒരു മോളിക്യൂളിനെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഇപ്പം അമോണിയ എന്ന് പറയുന്ന മോളിക്യൂളിനെ പ്രിപ്പയർ ചെയ്യുന്നു. നമ്മൾ എന്തെടുക്കുന്നു? നൈട്രജൻ എടുക്കുന്നു, ഹൈഡ്രജൻ എടുക്കുന്നു, കമ്പൈൻ ചെയ്യിപ്പിക്കുന്നു, അമോണിയ കിട്ടുന്നു. ഇതാണ് നോർമൽ മെത്തേഡ്. ഇത് ഫോർവേഡ് അപ്രോച്ചാണ്. എന്നാൽ റെട്രോസിന്തറ്റിക് അനാലിസിസ് ബാക്ക്വേർഡ് അപ്രോച്ചാണ്. അതായത് ആ മോളിക്യൂൾ നമുക്ക് എടുക്കുന്നു. ഇപ്പം അമോണിയ നമുക്ക് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ നമ്മൾ അമോണിയ എടുത്തിട്ട് അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യിപ്പിച്ചിട്ട് സിമ്പിൾ മോളിക്യൂൾസ് ആക്കി മാറ്റും. ആ മോളിക്യൂൾസ് വെച്ചിട്ട് അമോണിയ പ്രിപ്പയർ ചെയ്യും. ഇതാണ് റെട്രോസിന്തറ്റിക് അനാലിസിസ്. അതായത് ഒരു മോളിക്യൂൾ നമുക്ക് തരുന്നു, അതും വലിയ വലിയ മോളിക്യൂൾസിൻ്റെ കേസിലാണ്, കുഞ്ഞു മോളിക്യൂൾസിൻ്റെ കേസിലൊന്നും അല്ല, വലിയ മോളിക്കുലാർ മാസസ് ഉള്ള വലിയ മോളിക്യൂൾസിൻ്റെ കേസിലാണ് നമ്മൾ റെട്രോസിന്തറ്റിക് അനാലിസിസ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ മെഡിസിനൽ മോളിക്യൂൾസ്, അതിൻ്റെ കേസിലാണ് നമ്മൾ കൂടുതലും റെട്രോസിന്തറ്റിക് അനാലിസിസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഇപ്പോൾ പാരസെറ്റാമോൾ, എക്സാമ്പിൾ പാരസെറ്റാമോളാണ് നമുക്ക് ചോദിച്ചേക്കുന്നത്. ആസ്പിരിൻ നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ രണ്ടും ഇവിടെ അങ്ങ് പറയാം. പാരസെറ്റാമോളിൻ്റെ കേസിൽ പാരസെറ്റാമോൾ നമ്മൾ എടുക്കുന്നു, അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യിപ്പിച്ച് സിമ്പിൾ മോളിക്യൂൾസ് ആക്കി മാറ്റിയിട്ട് അവിടെ നിന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. അതായിരിക്കും ബെസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് റെട്രോസിന്തറ്റിക് അനാലിസിസ് നമ്മൾ പഠിക്കുന്നത്. ഇതൊരു ബാക്ക്വേർഡ് അപ്രോച്ചാണ്. ബാക്കിൽ നിന്ന് കട്ട് ചെയ്ത് സിമ്പിൾ മോളിക്യൂൾസ് ആക്കി മാറ്റിയതിന് ശേഷം അതിൽ നിന്ന് പാരസെറ്റാമോളിന് പ്രിപ്പയർ ചെയ്യും. അല്ലാതെ പാരസെറ്റാമോൾ ഇന്ന ആളാണ്, അപ്പോൾ ഇന്ന ആൾക്കാരൊക്കെ റിയാക്ട് ചെയ്താൽ പാരസെറ്റാമോൾ ഒന്ന് കിട്ടുമെന്ന് മുൻകൂട്ടി പ്രവചിക്കാതെ ആ പാരസെറ്റാമോളിനെ എടുത്ത് ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ ഏത് സിമ്പിൾ മോളിക്യൂൾസ് കിട്ടുമെന്ന് നോക്കും. എന്നിട്ട് അതിൽ വെച്ചിട്ട് അതിൽ നിന്ന് പാരസെറ്റാമോളിനെ പ്രിപ്പയർ ചെയ്യും. അതൊക്കെയാണ് ആസ്പിരിൻ. ഇതാണ് റെട്രോസിന്തറ്റിക് അനാലിസിസ്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ തന്നിരിക്കുന്ന പാരസെറ്റാമോളിനെ നമുക്കൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യിപ്പിക്കാം. ഏതൊക്കെ ബ്രേക്ക് ഡൗൺ പോസിബിൾ ആണെന്ന് നോക്കാം. അതിനനുസരിച്ച് നമുക്ക് ഏതൊക്കെ മോളിക്യൂൾസ് ആണ് വരുന്നത് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ പാരസെറ്റാമോളിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പോവാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാം. ആദ്യം ഞാൻ ഇവിടെ ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പോവാണ്, ഈ സൈഡ്. പക്ഷെ ആ ഒരു ബ്രേക്കിംഗ് ഒരിക്കലും പോസിബിൾ അല്ല. കാരണം നിങ്ങൾക്കറിയാം അവിടെ സിംഗിൾ ബോണ്ട് OH ആണ്. അപ്പോൾ അതിനകത്ത് ഈ OH ഡബിൾ ബോണ്ട് ക്യാരക്ടറൊക്കെ വരുന്ന ആളാണ്, അല്ലെ റെസൊണൻസ് വഴി. അതുകൊണ്ട് ആ ഒരു ബോണ്ട് ബ്രേക്കേജ് പോസിബിൾ അല്ല. നമ്മളത് ബെൻസീൻ മോളിക്യൂൾസ് പഠിക്കുന്ന കേസിൽ പറഞ്ഞിട്ടുണ്ട്. അരയിൽ ഹാലൈറ്റ്സിൽ ന്യൂക്ലിയോഫിലി സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ തരത്തില്ല എന്നുണ്ട്. സോ OH ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ NH ബോണ്ട്, ആ NH ബോണ്ടിനെ ബ്രേക്ക് ചെയ്യുന്ന കാര്യം നമുക്ക് ബുദ്ധിമുട്ടാണ്. അതും ബെൻസീൻ റിങ്ങിൽ ഡയറക്റ്റായിട്ട് അറ്റാച്ച് ചെയ്തേക്കാണ്. സോ ഈ രണ്ട് ബോണ്ട് ബ്രേക്കേജിനുള്ള പോസിബിലിറ്റി കുറവാണ്. എക്സ് എന്നല്ല, ഞാൻ ഇൻറ്റു ആണ് ഇട്ടേക്കുന്നത്. ആ രണ്ട് ബോണ്ട് ബ്രേക്കേജിനുള്ള പോസിബിലിറ്റി കുറവാണ്. പിന്നെ ഒരു ബോണ്ട് ബ്രേക്കേജിനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആ പോസിബിലിറ്റി വരുന്നത് ഈ ബോണ്ടാണ്, NH ബോണ്ടാണ്. NH ബോണ്ട് നമുക്ക് ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റും, അല്ലേ? ബോണ്ട്, കാരണം NHും C ഡബിൾ ബോണ്ടോയും ആ രണ്ട് ആൾക്കാർക്കും ഇടയ്ക്ക് ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ഉണ്ട്, ശരിയല്ലേ? ഇത് C ആണ്, ഇത് നൈട്രജൻ ആണ്. കാർബണും നൈട്രജനും ഇടയ്ക്ക് ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് ആ ബോണ്ട് പോളാറാണ്. അതുകൊണ്ട് നമുക്ക് ആ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റും. സോ ആ ബോണ്ട് നമ്മൾ ബ്രേക്ക് ചെയ്യുന്നു. ബ്രേക്ക് ചെയ്താൽ എനിക്ക് കിട്ടുന്ന ആൾക്കാരെ ഞാനൊന്ന് എഴുതാം. ഒന്നാമത്തെ ആൾ എനിക്ക് ഇതാണ് കിട്ടുന്നത്, OH. ദെൻ ഇത് ബെൻസീൻ ആണ്. സോ എനിക്ക് NH കിട്ടും, അല്ലേ? NH പ്ലസ് കിട്ടും, സോറി NH മൈനസ് കിട്ടും, പ്ലസ് അല്ല. ദെൻ NH മൈനസ് കിട്ടും, പ്ലസ്. പിന്നെ എനിക്ക് ബാക്കി കിട്ടുന്ന ഇതാണ്, ഓക്കെ, ഡബിൾ ബോണ്ട് O, ഇത് പ്ലസ്. ഇങ്ങനെ ഒരു മോളിക്യൂളാണ് കിട്ടുന്നത്. ഇത് രണ്ടുമാണ് എനിക്ക് കിട്ടും. അപ്പോൾ ഞാനിവിടെ ഒരു Hനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു NH2 ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇതെനിക്ക് സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ, ബെസ്റ്റ് സ്റ്റാർട്ടിംഗ് മെറ്റീരിയലാണ് എൻ്റെ. കാരണം ഇതിൽ നിന്ന് എനിക്ക് പാരസെറ്റമോളിനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. പിന്നെ ഇയാളെ കൊണ്ട് എനിക്ക് എടുത്താൽ മതി. സോ ഓപ്ഷൻ C എന്ന് പറയുന്നത് നമ്മൾ പാരസെറ്റമോളിനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി എടുക്കുന്നൊരു സ്റ്റാർട്ടിംഗ് മെറ്റീരിയലാണ്. കാരണം അതാണ് ബേസിക് ബ്രേക്കേജ് വഴി നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് ഇയാൾ ഇതിൽ ഏതെങ്കിലും ആളുമായിട്ടൊരു റിസംബ്ലൻസ് ഉണ്ടോ നോക്കിക്കേ. ഉണ്ട്. ഓപ്ഷൻ A നോക്കിക്കേ. ഓപ്ഷൻ Aയിൽ ഈ Cl പോയി കഴിഞ്ഞാൽ Cl എന്തായിട്ടാണ് പുറത്ത് പോകുന്ന? Cl മൈനസ് ആയിട്ട്. അപ്പോൾ എന്താ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് വരത്തില്ലേ? ഈ മോളിക്കൂളും സെയിം അല്ലേ? അപ്പോൾ എന്തിനുള്ള പോസിബിലിറ്റി ഉണ്ട്? ഓപ്ഷൻ A ആകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ Aയും ഓപ്ഷൻ Cയും ആകാനുള്ള പോസിബിലിറ്റി വരുന്നുണ്ട്. ഇനി ഓപ്ഷൻ B ആകാനുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓപ്ഷൻ B. അപ്പോൾ ഓപ്ഷൻ B ആകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ആ ഓപ്ഷൻ B ഒന്ന് എടുത്ത് നോക്കാം. ഇത് അൺഹൈഡ്രേറ്റ് ആണ്.
അപ്പോൾ ഈ അൺഹൈഡ്രേറ്റ് വെച്ചിട്ട് ഇതിനെ നമുക്ക് പാരസെറ്റാമോളിനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ നോക്കാം. എന്തായാലും ഇതെടുത്തിട്ട് കാര്യമില്ല, കാരണം ബെൻസീറിങ് വരുന്നുണ്ട്. ഈ മോളിക്കൂളും അൺഹൈഡ്രേറ്റും കൂടെ റിയാക്ട് ചെയ്താൽ ഇത് കിട്ടുമോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ആ മോളിക്കൂൾ എടുക്കുകയാണ്. ഇതാണ് എൻ്റെ മോളിക്കൂൾ അല്ലേ, ബെൻസീറിങ്. ഇവിടെ OH ഉണ്ട്, ഇവിടെ ആരുണ്ട്, NH2 ഉണ്ട്, പ്ലസ് ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, അൺഹൈഡ്രേറ്റ്. ഇതാണ് അൺഹൈഡ്രേറ്റ് അല്ലേ. ഇത് CH3 ആണേ, CH3. ഇവിടെയും CH3, ഇവിടെ CH2. ഇതാണ് അൺഹൈഡ്രേറ്റ്. അപ്പോൾ ഇവിടെ നടക്കുന്ന CH2 അല്ല, അവിടെ O ആണ്. സോറി, ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. ഇവിടെ CH2 അല്ല, ഇവിടെ O ആണ്. ഇതാണ് അൺഹൈഡ്രേറ്റ്. അപ്പോൾ ഇത് NH2മായിട്ട് ഡെഫിനറ്റ്ലി റിയാക്ട് ചെയ്യും. റിയാക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യും. ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ H കയറും, ഈ ഓയുടെ കൂടെ H കയറും. H കയറുമ്പോൾ എന്ത് കിട്ടും, CH3 C, ഇവിടെ C ഉണ്ടേ, COOH കൂടെ വരുമ്പോൾ CH3 COOH ആവും അല്ലേ. പിന്നെന്തോ വരുന്നത്, താണ്ട ഈ C ഡബിൾ ബോണ്ട്. ഇതെന്തോ സംഭവം, ഇത് തന്നെയല്ലേ, ഇത് CH3 അല്ലേ. CH3 C ഡബിൾ ബോണ്ടോ, CH3 C ഡബിൾ ബോണ്ടോ, അത് വന്ന് ഇതിനകത്ത് അറ്റാച്ച് ചെയ്യും. അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് എന്തിനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും, നമ്മുടെ പാരസെറ്റാമോളിനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇത് എടുത്തിട്ട് ഇതിന് പകരം ഇതെടുത്താലും നമുക്ക് എന്തിനെ കിട്ടും, അതായത് ഈ കോമ്പൗണ്ടിന് പകരം CH3 C ഡബിൾ ബോണ്ടോ CLന് പകരം നമ്മൾ അൺഹൈഡ്രേറ്റ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് പാരസെറ്റാമോളിനെ കിട്ടും. ഇത് സ്റ്റാർട്ടിംഗ് മെറ്റീരിയലാക്കി എടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ഈ 3 ഓപ്ഷനും കറക്റ്റാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആൻസർ ഏതായിരിക്കും, ഓപ്ഷൻ ഡി ആയിരിക്കും. ഓപ്ഷൻ ഡി ആണ് നമുക്ക് ആൻസർ വരുന്നത്. ഇനി എൻ്റെ ക്വസ്റ്റ്യൻ, ഓപ്ഷൻ ഡിയിൽ നിന്ന് നിങ്ങൾക്ക് സിന്തസൈസ് ചെയ്യാൻ പറ്റില്ലേ? പറ്റും. പിന്നെന്താ, ഈ NH2വിൽ നിന്ന് വീണ്ടും നമ്മൾ NH ബോണ്ട് ബ്രേക്ക് ചെയ്ത് OH മാത്രം ആക്കണം. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മളതിനെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയലാക്കി എടുക്കാത്തത്. കാരണം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് ബെസ്റ്റ് ഇതായിട്ട് കിട്ടുന്ന ഈ മോളിക്കൂളാണ്. അതിനെ പിന്നെയും ബ്രേക്ക് ഡൗൺ ചെയ്ത് നമുക്ക് സിമ്പിൾ ആക്കാം. വേണമെങ്കിൽ OHനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ബെൻസീൻ ആക്കാം. പക്ഷെ അതൊക്കെ നമുക്ക് വീണ്ടും ഒരുപാട് റിയാക്ഷൻസ് മുന്നിലോട്ട് പോവുകയാണ്. അതായത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പിന്നെയും കണ്ടീഷൻസ് ഒക്കെ സപ്ലൈ ചെയ്യേണ്ടി വരും. റെട്രോസിന്തസിസ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു മോളിക്കൂളിനെ എടുക്കുന്നു, ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു, സിമ്പിൾ മോളിക്കൂൾസ് കിട്ടുന്നു. ആ സിമ്പിൾ മോളിക്കൂൾസിന് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡിൽ മോളിക്കൂളിനെ പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വീണ്ടും ബോണ്ട് ബ്രേക്ക് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ മോളിക്യൂൾസ് ആയിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് നമ്മുടെ റിയാക്ഷൻസും കൂടിക്കൊണ്ടിരിക്കും. റിയാക്ഷൻസിൻ്റെ കണ്ടീഷൻ മാറും. സോ ആ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമുക്ക് OH പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല എന്നല്ല പറഞ്ഞത്, പറ്റും. പക്ഷെ ബെസ്റ്റ് നമ്മുടെ ഇതിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. സോ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇതാണ് പാരസെറ്റാമോളിൻ്റെ കേസ്. ഞാൻ പറഞ്ഞു പാരസെറ്റാമോളിനെ നമുക്ക് പഠിക്കാനുള്ളതാണ് ആസ്പിരിൻ. ആസ്പിരിൻ്റെ കേസ് കൂടെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സോ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. പ്രത്യേകം ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ഇത് റെട്രോസിന്തറ്റിക് അനാലിസിസ് ആണ്. നമുക്ക് 2 പേരുടെ റെട്രോസിന്തറ്റിക് അനാലിസിസ് പഠിക്കാനുള്ളൂ PGക്ക്. ഒരു PG ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. 2 റെട്രോസിന്തറ്റിക് അനാലിസിസ് നമുക്ക് പഠിക്കാനുള്ളൂ. അത് അനലിറ്റിക്കലിൽ വരുന്നതാണ്. നമുക്ക് ഒന്ന് പാരസെറ്റാമോളാണ്, ഒന്ന് നമുക്ക് വരുന്നത് ആസ്പിരിൻ ആണ്. ആസ്പിരിൻ ഞാൻ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ആസ്പിരിൻ ഇരിക്കുന്നത്. ഏകദേശം നമ്മുടെ പാരസെറ്റാമോളുമായിട്ട് ഒരു കണക്ഷനൊക്കെ ഉണ്ട് പുള്ളിക്കാരന്. COOH OCOCH3 ഇതാണ് ആസ്പിരിൻ. ഓക്കെ, അപ്പം ഇതിനെ നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യാം. ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോഴത്തേക്ക് ഇതാണ് ആസ്പിരിൻ എന്ന് പറയുന്നത്. അതായത് സാലിസിലിക് ആസിഡിനകത്ത് അൺഹൈഡ്രേറ്റ് ചേരുമ്പോഴാണ് നമുക്ക് അസറ്റൈൽ സാലിസിലിക് ആസിഡ് കിട്ടുന്നത്. ഇതാണ് ആസ്പിരിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യിപ്പിക്കാം. ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ വെച്ചിട്ടാണ് ബ്രേക്ക് ഡൗൺ നടക്കുന്നത്. ഈ ബ്രേക്ക് ഡൗണും പോസിബിൾ അല്ല. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കാരണം അത് ബ്രേക്ക് ഡൗൺ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ റിയാക്ഷൻസിൻ്റെ കണ്ടീഷനൊക്കെ മാറും. റിയാക്ഷൻ കുറച്ചും കൂടെ സിവിയർ ആവും, അതായത് കുറച്ചും കൂടെ പാടാവും. നമുക്ക് പാടല്ല, നമ്മൾ എളുപ്പമാണ് നോക്കുന്നത്. അപ്പോൾ അവിടെ വെച്ച് ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. പിന്നെ കിട്ടുന്ന ആളതാ ഇതല്ലേ, ഇതിന് ഞാൻ എഴുതുകയാണേ. ദാണ്ട ബെൻസീറിങ്, ശരിയല്ലേ? ബെൻസീറിങ്ങിന് മുകളിൽ ആരുണ്ട്, COOH. പിന്നെ ഇവിടെ ഒരു O ഉണ്ട്. ഓയ്ക്ക് എന്ത് ചാർജാണ് വരുന്നത്, മൈനസ് ചാർജ്, ശരിയാണോ? പിന്നെന്താ വരുന്നത്, CH3 C ഡബിൾ ബോണ്ട് O പ്ലസ് ചാർജ് അല്ലേ? അപ്പോൾ ഇത് നോക്കിക്കേ, ഇതും ഏകദേശം സെയിം അല്ലേ? അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ് മെറ്റീരിയൽ ആണ്. ഏതാ, CH3 C ഇവിടെ ഒരു CL കൊടുത്തു കഴിഞ്ഞാൽ ഈ CL പുറത്തു പോകുമ്പോൾ CL മൈനസ് ആയിട്ട് പുറത്തു പോകും. അതുകൊണ്ട് ഇതിനൊരു പോസിറ്റീവ് ചാർജ് വരും. അപ്പോൾ CH3 COCl ഒരു സ്റ്റാർട്ടിങ് മെറ്റീരിയൽ ആണ്. പിന്നെ സ്റ്റാർട്ടിങ് മെറ്റീരിയൽ ഏത് വരും, ഇതാണ്ട ഇവിടെ ഒരു H കൊടുത്തു കഴിഞ്ഞാൽ ഇത് എന്തായിട്ട് മാറും, സാലിസിലിക് ആസിഡ് ആയിട്ട് മാറും. അപ്പം ഇതിൻ്റെ സ്റ്റാർട്ടിങ് മെറ്റീരിയൽ ഒന്ന് CH3 COCl, ഇതാണ് ഒരു സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ. അതാണ് ഈ എഴുതിയേക്കുന്നത്. രണ്ടാമത്തെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ഇതാണ്, സാലിസിലിക് ആസിഡ് ആണ്, COOH OH.
ഇതാണ് രണ്ടാമത്തെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ. ഇനി മൂന്നാമതൊരു സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ഉണ്ട്. ഇതിന് പകരം ഇതെടുത്താലും കിട്ടുമോ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. ശരിയാണ്, അതെടുത്താലും കിട്ടും. സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ഏതാ? ഇതും ഒരു സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ. സോ 3 സ്റ്റാർട്ടിംഗ് മെറ്റീരിയലാണ് ആർക്ക്. അതായത് ഇതിന് ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇതും പാരസെറ്റാമോളിനും സാലിസിലിക് ആസിഡും സെയിം ആണ്. പാരസെറ്റാമോളിനും ആസ്പിരിനും സെയിം ആണ്. പിന്നെ ഇത് മാത്രമേ മാറ്റമുള്ളൂ. ഇത് പാരസെറ്റാമോളിൻ്റെ കേസിലും ഇത് ആസ്പിരിൻ്റെ കേസിലും ഇത്രയേ ഉള്ളൂ നമുക്ക് വ്യത്യാസം വരുന്നത്. സോ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി വെച്ചേക്കും. സോ ഇതാണ് ക്വസ്റ്റ്യൻ 2 ഞാൻ പറഞ്ഞു. റെട്രോസിന്തറ്റിക് അനാലിസിസ് 2 അപ്രോച്ചാണ് നമുക്ക് വരുന്നത്. 2 അപ്രോച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പാരസെറ്റാമോളും പറഞ്ഞു, ആസ്പിരിനും പറഞ്ഞു. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻ കണ്ടെയ്നിങ് ഡൈൻസ് ക്യാൻ അണ്ടർഗോ ഡീൽസാൾട്ട് റിയാക്ഷൻ? ഇപ്പോൾ കുറേ ഡൈൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഡൈൻസ് ആണ് നമുക്ക് ഡീൽസാൾട്ട് റിയാക്ഷൻ തരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെ ഡൈൻസിനാണ്? 4+2 സൈക്ലിക് റിയാക്ഷൻസിനെയാണ് നമ്മൾ ഡീൽസാൾട്ട് റിയാക്ഷൻസ് എന്ന് വിളിക്കുന്നത്. 4+2 സൈക്ലൈസേഷൻ ആണ്. അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെ ആൾക്കാർക്കാണ് ഡീൽസാൾട്ട് റിയാക്ഷൻ തരാൻ പറ്റുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഓരോ ഓപ്ഷൻസ് ആയിട്ട് ചെക്ക് ചെയ്യാം. അതിനു മുമ്പ് ഞാൻ പറയാം, ഡീൽസാൾട്ട് റിയാക്ഷൻ തരണമെങ്കിൽ ഡൈൻസ് സിസ് ആയിരിക്കണം. സിസ് ആയിട്ടുള്ള സെയിം സൈഡിൽ ഡബിൾ ബോണ്ട് വരുന്ന ആൾക്കാർക്ക് മാത്രമേ എന്തിനെ തരാൻ പറ്റൂ? ഡീൽസാൾട്ട് റിയാക്ഷൻസ് തരാൻ പറ്റൂ. ട്രാൻസ് ആയിട്ട് വരുന്ന ഡബിൾ ബോണ്ടുകൾക്ക് 2 ഡബിൾ ബോണ്ട് വരണം. ഡൈൻസ് എന്ന് പറയുമ്പോൾ 2 ഡബിൾ ബോണ്ട് ഉണ്ട്. ആ 2 ഡബിൾ ബോണ്ടും സെയിം സൈഡ്, അതായത് സിസ് ആയിട്ട് വരികയാണെങ്കിൽ മാത്രമേ നമുക്ക് ഡീൽസാൾട്ട് റിയാക്ഷൻ തരാൻ പറ്റൂ. ഇവിടെ ട്രാൻസ് ആണ്, അതല്ലേ? ഒന്ന് മുകളിലോട്ടും ഒന്ന് താഴോട്ടും, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്, ട്രാൻസ് ആണ്. അപ്പോൾ ഇതിന് ഡീൽസാൾട്ട് റിയാക്ഷൻ തരാൻ പറ്റില്ല. ഇവിടെയും ട്രാൻസ് ആണ്, ഒരെണ്ണം മുകളിലോട്ട് ഒരെണ്ണം താഴോട്ട്. മുകളിലോട്ട് താഴോട്ട് വരുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്, സോ ട്രാൻസ് ആണ്. അപ്പോൾ ഇതും ഡീൽസാൾട്ട് റിയാക്ഷൻ തരില്ല. ഇത് രണ്ടും സിസ് ആണ്, ഒരേ സൈഡിലോട്ടാണ്, അല്ലേ? ഇതിപ്പോൾ ഇങ്ങനെയായിരുന്നെങ്കിലോ, ഒന്ന് മുകളിലോട്ട് ഒന്ന് താഴോട്ട്, പക്ഷെ സെയിം സൈഡാണ്, അപ്പോൾ അതിന് തരാൻ പറ്റും. ഇതിപ്പം സെയിം സൈഡാണ്, സെയിം സൈഡ് ആയതുകൊണ്ട് സിസ് ആണ്, സോ ഇതിന് ഡീൽസാൾട്ട് റിയാക്ഷൻ തരാൻ പറ്റും. ഇതും സെയിം സൈഡിലോട്ടാണ്, അപ്പോൾ അതും സിസ് ആണ്, അതിനും ഡീൽസാൾട്ട് റിയാക്ഷൻ തരാൻ പറ്റും. അപ്പോൾ 3നും 4നും മാത്രമേ ഡീൽസാൾട്ട് റിയാക്ഷൻ തരാൻ പറ്റൂ. അപ്പോൾ കണ്ടീഷൻ ഓർത്ത് വെച്ചേക്കുക, ഡീൽസാൾട്ട് റിയാക്ഷൻ തരണമെന്നുണ്ടെങ്കിൽ ഡൈൻസ് എന്തായിരിക്കണം? സിസ് ആയിരിക്കണം. സിസ് ആണെങ്കിൽ ഡീൽസാൾട്ട് റിയാക്ഷൻ തരാൻ പറ്റും. സിസ് എന്ന് പറഞ്ഞാൽ സെയിം സൈഡിൽ. ട്രാൻസ് ആണെങ്കിൽ എന്ത് തരാൻ പറ്റില്ല? ഡീൽസാൾട്ട് റിയാക്ഷൻ തരാൻ പറ്റില്ല. ട്രാൻസ് ആണെങ്കിൽ ഡീൽസാൾട്ട് റിയാക്ഷൻ തരാൻ പറ്റില്ല. സോ സിസ് ആണെങ്കിൽ ഡീൽസാൾട്ട് റിയാക്ഷൻ തരാം, ട്രാൻസ് ആണെങ്കിൽ ഡീൽസാൾട്ട് റിയാക്ഷൻ തരാൻ പറ്റില്ല. സോ ഇതാണ് നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത്, സിസും ട്രാൻസും. സോ ആൻസർ വരുന്നത് 3ഉം 4ഉം ആണ്. 3ഉം 4 വരുന്ന ഓപ്ഷൻ നോക്കാം. 1ഉം 3ഉം, 1 2 3, 2 4, 3 4. ഇവിടെ 2 1 അങ്ങനല്ല, ഇത് 3 ആണ് കേട്ടോ. 3 4. ആൻസർ ഓപ്ഷൻ സി ആണ്. സോ പ്രത്യേകം ആലോചിച്ചാൽ ഡീൽസാൾട്ട് റിയാക്ഷൻ തരണമെങ്കിൽ മോളിക്യൂൾ സിസ് ആയിരിക്കും. അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. 34ാമത്തെ ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദി കറക്റ്റ് പ്രോഡക്റ്റ് ഫോർ ദി ഫോളോയിങ് റിയാക്ഷൻ. ഈ റിയാക്ഷൻ്റെ കറക്റ്റ് പ്രോഡക്റ്റ് ഏതാണെന്നാണ്. ഇതൊരു 4+2 സൈക്ലോ അഡിഷൻ റിയാക്ഷനാണ് ഫോട്ടോ കെമിസ്ട്രിയിൽ വരുന്നത്. ഞാൻ റിയാക്ഷൻ എന്താണെന്ന് പറയാം, ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇതാണ് സംഭവം, ഇതാണ് നമ്മുടെ മോളിക്യൂൾ കേട്ടോ. ഇതാണ് നമ്മുടെ മോളിക്യൂൾ. ഇവിടെ ഒരു ഡബിൾ ബോണ്ട്, ഇവിടെ ഒരു ഡബിൾ ബോണ്ട്. ഓക്കെ, ആദ്യം എടുത്തത് ബ്യൂട്ടൈൽ ലിഥിയം ആണ്. ബ്യൂട്ടൈൽ ലിഥിയം എന്ന് പറയുന്നത് ഹൈഡ്രജൻ അബ്സ്ട്രാക്ടർ ആണ്, ഹൈഡ്രജനെ കൊണ്ടുപോകും. ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്, ഇതാണ് ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്. ഓക്കെ, ബ്യൂട്ടൈൽ ലിഥിയം വരുന്നു, ഇവിടെ നിന്നൊരു ഹൈഡ്രജനെ കൊണ്ടുപോകുന്നു. ഹൈഡ്രജനെ H+ ആയിട്ടായിരിക്കും കൊണ്ടുപോകുന്നത്. അതുവഴി ഇവിടെ ഒരു മൈനസ് ചാർജ് വരും. അപ്പോൾ ഞാനത് ഇങ്ങോട്ട് വരയ്ക്കാം, അല്ലേ? ഇതാണ് നമ്മുടെ മോളിക്യൂള്. ഇവിടെ ഓൾറെഡി ഒരു ഹൈഡ്രജൻ ഉണ്ട്, പക്ഷേ ഇപ്പോൾ ഒരു മൈനസ് ചാർജ് വന്നു, കാരണം ഒരു ഹൈഡ്രജനെ കൊണ്ടുപോയി. ഇനി ഇവിടെ നടക്കുന്നത് 4+2 സൈക്ലോ അഡിഷൻ റിയാക്ഷൻ ആണ്. അതായത് ഈ മൈനസ് ചാർജ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, അപ്പോൾ ഇവിടെ ഒരു ഡബിൾ ബോണ്ട് വരും. ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, ഡബിൾ ബോണ്ട് അല്ല, ഒരു ബോണ്ട് ഫോം ചെയ്യും. ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, അതുവഴി ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇങ്ങോട്ട് ഇപ്പുറത്തോട്ട് വരത്തില്ല, കാരണം 4+2 സൈക്ലോ അഡിഷൻ ആണ്, അതുകൊണ്ട് ആ കാർബണിനകത്തോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്. നല്ല ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, ഇതൊക്കെ നമ്മൾ ഫോട്ടോ കെമിസ്ട്രിയിൽ PG ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, അപ്പോൾ ഇവർക്കിടയിൽ ഇങ്ങനെ ഒരു ബോണ്ട് ഫോം ചെയ്യും, അല്ലേ? ഇത് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. പിന്നെ അവിടുത്തെ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, അവിടുത്തെ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഇവിടെ ഒരു മൈനസ് ചാർജ് വന്നു, ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്. ഇതാണ് എനിക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി അതിനുശേഷം ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, കാരണം 3 ബോണ്ടാണ്, ഓരോ ഹൈഡ്രജൻ വീതമുണ്ട്. ഇനി അടുത്ത നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഇനി എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. ഇനിയിപ്പോൾ ഞാൻ ആ മോളിക്യൂളിനെ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വരച്ചു തരാം. ഉണ്ട്, ഇങ്ങനെ ഇരിക്കും ലൈൻ. പിന്നെ ഇതിനകത്ത് 1 2 3 ബോണ്ട്, താണ്ട 1 2 3 ബോണ്ട് ഇങ്ങനെ ഇരിക്കും. പിന്നെ ഇവിടെ അത് കണക്ക് തന്നെ 1 2 3 ബോണ്ട് ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെയാണ് ആക്ച്വലി വരുന്നത്. താണ്ട ഇതാണ് ആ ലൈൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ, ശരിയല്ലേ? പിന്നെ അത് കഴിഞ്ഞിട്ട് താണ്ട
ഇവിടെ ഒരു ഡബിൾ ബോണ്ട്, ഇവിടെ ഒരു മൈനസ് ചാർജ്. ഇത്രയാണ് നമുക്ക് കിട്ടുന്നത്. ബോണ്ട് ഹൈഡ്രജൻ, ഡബിൾ ബോണ്ട്, മൈനസ് ചാർജ്. ഇനി എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ മോളിക്യൂൾ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ റീഅറേഞ്ച്മെൻറ്റ് മാത്രമാണ് നടക്കുന്നത്, വേറൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. റീഅറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ നമുക്കൊരു ഹൈഡ്രജൻ ഉണ്ട്, റീഅറേഞ്ച് ചെയ്യാണ് അല്ലേ. ഇവിടെ ഓൾറെഡി 2 ഹൈഡ്രജൻസ് ഉണ്ടായിരുന്നു, ശരിയല്ലേ? 2 ഹൈഡ്രജൻസ് ഉണ്ട്. അവിടുന്ന് ഒരു ഹൈഡ്രജൻ എലിമിനേറ്റ് ചെയ്യും, ഇവിടുന്ന് ഒരു ഹൈഡ്രജൻ പോകുന്നു. സോ മൈനസ് ചാർജ് എന്തായിട്ട് മാറും? പ്ലസ് ചാർജ് ആയിട്ട് മാറും. സോ നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് ഈ ഒരു മോളിക്യൂളായിരിക്കും, ഈ ഒരു മോളിക്യൂളായിരിക്കും കിട്ടുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ 2 ഹൈഡ്രജൻസും ഓക്കെ നമുക്ക് കിട്ടുന്ന മോളിക്യൂൾ ഇതാണ്. ഇവിടുന്ന് ഹൈഡ്രജൻ പോകുന്നു, മൈനസ് ചാർജ് ഇല്ലാണ്ടാവുന്നു. ഇതാണ് നമുക്ക് കിട്ടുന്നത്. അത് വരുന്ന ഓപ്ഷൻസ് ഇതുമുണ്ട്, ഇതുമുണ്ട്. ഇത് രണ്ടും അതല്ല അല്ലേ, അത് രണ്ടും അതല്ല. കാരണം 3 എണ്ണമാണ് ഒരു സൈഡിൽ വരേണ്ടത്, അടുത്ത സൈഡിൽ 3 എണ്ണമാണ്. ഈ സൈഡിൽ 4 എണ്ണം, ഈ സൈഡിൽ 2 എണ്ണം, ഈ സൈഡിൽ 4 എണ്ണം, ഈ സൈഡിൽ 2 എണ്ണം. അതല്ല നമുക്ക് വരുന്നത്. എയോ ബിയോ ആയിരിക്കും. ഇനി എ ആണോ ബി ആണോ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഹൈഡ്രജൻ ഇരിക്കുന്ന ആ പൊസിഷൻ ഇപ്പം ഈ മൈനസ് ചാർജ് ഹൈഡ്രജൻ മുകളിലോട്ടാണെങ്കിൽ ഈ മൈനസ് ചാർജ് ഇതിലേക്കൂടെ വന്നിട്ട് താഴെ കൂടെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ ഇവിടെയും താഴെ കൂടെ വന്നായിരിക്കും അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇവിടെ ഇരിക്കുന്ന ഹൈഡ്രജൻ ഓട്ടോമാറ്റിക്കായിട്ട് മുകളിലോട്ട് പോകും. ഇനി ഈ മൈനസ് ചാർജ് മുകളിൽ കൂടെ ആണോ അറ്റാക്ക് ചെയ്യുന്നതെങ്കിൽ ഈ ഹൈഡ്രജൻ താഴെ പോകും, ഈ ഹൈഡ്രജനും താഴെ പോകും. അപ്പോൾ രണ്ടിടത്തും ഹൈഡ്രജൻ സെയിം സൈഡിലായിരിക്കും. സെയിം സൈഡിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഹൈഡ്രജൻ മുകളിലോട്ട്, ഹൈഡ്രജൻ താഴോട്ട്. അങ്ങനെ ഒരു ഓപ്ഷൻ പോസിബിൾ അല്ല. കാരണം താഴെ നിന്ന് വരുന്ന ഒരാൾ മുകളിൽ കൂടെ വന്ന് അറ്റാക്ക് ചെയ്യില്ല, താഴെ കൂടെ വന്ന് അറ്റാക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് 2 സൈഡിലുള്ള ഗ്രൂപ്പ് മുകളിലോട്ട് പോകും. ഇനി മുകളിൽ കൂടെ ആണോ വന്ന് അറ്റാക്ക് ചെയ്തെങ്കിൽ 2 സൈഡും താഴോട്ട് പോകും. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. രണ്ടും ഒരേ സൈഡിലായിരിക്കും. ഒന്നില്ലെങ്കിൽ 2 മുകളിൽ, അല്ലെങ്കിൽ 2 താഴെ. സോ ആൻസർ ഓപ്ഷൻ ബി ആയിരിക്കും. ഇതൊരു 4+2 സൈക്കിൾ അഡിഷൻ റിയാക്ഷനാണ്. ഇമ്പോർട്ടൻറ്റ് റിയാക്ഷനാണ്. നസറോവ് സൈക്ലൈസേഷൻ എന്നാണ് നമ്മളിതിനെ വിളിക്കുന്നത്. ഇമ്പോർട്ടൻറ്റ് റിയാക്ഷനാണ്. ഇത് നമ്മുടെ ഫോട്ടോകെമിസ്ട്രി നമ്മൾ പഠിക്കുന്നതാണ്. പെരിസൈക്ലിക് റിയാക്ഷനിൽ നമ്മൾ പഠിക്കുന്നതാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ മെനി നോട്ട്സ് എക്സിസ്റ്റ് ഇൻ LUMO ഓഫ് 135 ഹെക്സാട്രൈൻ? 135 ഹെക്സാട്രൈൻ്റെ ലൂമോയിൽ, ലൂമോ എന്ന് പറഞ്ഞാൽ ലോവസ്റ്റ് അൺഒക്കുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റലാണ്. ആ ലോവസ്റ്റ് അൺഒക്കുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റലിൽ എത്ര നോഡ് ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എത്ര നോഡ് ഉണ്ടെന്ന്. 135 ഹെക്സാട്രൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ 3 ട്രൈൻ എന്ന് പറയുമ്പോൾ 3 ഡബിൾ ബോണ്ട് ഉണ്ട്. അതായത് 6 ഓർബിറ്റൽസ് ഉണ്ട്. 6 പൈ ഓർബിറ്റൽസ് ഉണ്ട്. 6 പൈ ഓർബിറ്റൽസ് ഞാൻ ആദ്യം വരയ്ക്കാം. 1 2 3 4 5 6 പൈ ഓർബിറ്റൽസ് ഉണ്ട്. ഓക്കെ, പിന്നെ അടുത്തത് വരുമ്പോഴേ എത്ര പൈ ഓർബിറ്റൽസ് ആയിരിക്കും? 6 എണ്ണം. 1 2 3 4 5 6. അടുത്തത് വരുമ്പോഴേ എത്ര എണ്ണം ആയിരിക്കും? 1 2 3 4 5 6 അല്ലേ? 6 പൈ ആകുമ്പോൾ 6 മോളിക്കുലാർ ഓർബിറ്റൽസ് ഉണ്ട്. ആ മോളിക്കുലാർ ഓർബിറ്റൽസ് ഞാൻ വരയ്ക്കുന്നത്. അപ്പോൾ 3 എണ്ണേ ആയിട്ടുള്ളൂ. ഓക്കെ, ഇത് 4ാമത്തത്. 1 2 3 4 5 6. ഇത് 1 2 3 4. ഇനി 2 എണ്ണം കൂടെ. ഓക്കെ, 1 2 3 4 5 6. ഇത് 5ാമത്തത്. ഇനി 6ാമത്തത് വരയ്ക്കുകയാണ്. 1 2 3 4 5 6. ഇങ്ങനെ 6 ഓർബിറ്റൽസ് ഉണ്ട്. എത്ര ഡബിൾ ബോണ്ട്, എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്നാണ് പറഞ്ഞാൽ? 1 2 3 5. അപ്പോൾ 3 ഡബിൾ ബോണ്ട്. അപ്പോൾ 6 പൈ ഇലക്ട്രോൺസ് ഉണ്ട്. ആദ്യത്തെ 2 എണ്ണം താണ്ടേ, അടുത്ത 2 എണ്ണം താണ്ടേ, അടുത്ത 2 എണ്ണം താണ്ടേ, 6 എണ്ണമായി. അപ്പോൾ ഇതാണ് നമ്മുടെ LUMO എന്ന് പറയുന്നത്, ലോവസ്റ്റ് അൺഒക്യുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റൽ. ഇതാണ് നമ്മുടെ HOMO, ഇതാണ് നമ്മുടെ HOMO, ഹയസ്റ്റ് ഒക്യുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റലും. ഇതാണ് നമ്മുടെ LUMO, ലോവസ്റ്റ് അൺഒക്യുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റൽ. ഇനി നമുക്ക് ഓരോന്നിൻ്റെ നോഡ് കണ്ടുപിടിക്കാം. ഓക്കെ, 1ാമത്തെ ഓർബിറ്റൽ, അതായത് 2 ഇലക്ട്രോൺസ് മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ 1ാമത്തെ ഓർബിറ്റലാണ്, അതായത് 5 എന്ന് പറയുന്ന ഓർബിറ്റലാണ്. ഇത് 2ാമത്തെ ഓർബിറ്റലാണ് 5 ഇത് 3ാമത്തെ ഓർബിറ്റൽ 5 ഇത് 4ാമത്തെ ഓർബിറ്റൽ 5 അല്ലേ? ഇത് 5 5 6 ഓർബിറ്റൽസ്. ഇനി നമുക്ക് ഓരോന്നിൻ്റെയും നോഡ് കണ്ടുപിടിക്കാം. 1ാമത്തെ ഓർബിറ്റൽസിന് നോഡില്ല, 0 നോഡാണ്. 2ാമത്തെ ഓർബിറ്റലിന് ഒരു നോഡുണ്ട്. മൊത്തം 6 ഓർബിറ്റൽസ് ഉണ്ട്. 6 ഓർബിറ്റൽസിന് ഒരു നോഡെന്ന് പറയുമ്പോഴത്തേക്ക് ഈ 3 ഓർബിറ്റൽസ് സ്പ്ലിറ്റ് ചെയ്യും. ഇതാണ് ഒരു നോഡ്. അതായത് 5 എന്ന് പറയുന്ന ആൾക്ക് ഒരു നോഡുണ്ട്, 1 നോഡ്. ഇവിടെ 0 നോഡാണ്, 0 നോഡ്. 5 നോഡില്ല, 5 തൊട്ടാണ് നോഡ് സ്റ്റാർട്ട് ചെയ്തത്. ഇനി 5 എത്ര നോഡ് കാണും? 2 നോഡ് കാണും. അപ്പോൾ നമ്മൾ അങ്ങനെ എടുക്കുന്ന 2 നോഡ് ഈക്വലായിട്ട് കട്ട് ചെയ്താണ്ട ഇവിടെ ഒരു നോഡ്, ഇവിടെ ഒരു നോഡ്.
അപ്പോൾ നോക്കിക്കേ 2 2 2 2 നോഡ് 2 നോഡ്. അതായത് ഹോമോയ്ക്ക് എത്ര നോഡുണ്ട്? 2 നോഡുണ്ട്. നമ്മുടെ അടുത്ത് ഹോമോ അല്ല ചോദിച്ചേക്കുന്ന ലൂമോയാണ്. ഇനി ലൂമോ നോക്കാം. ലൂമോയെ ഞാൻ ഈക്വലായിട്ട് കട്ട് ചെയ്യണം. ഈക്വലായിട്ട് എങ്ങനെ ലൂമോ എനിക്ക് കട്ട് ചെയ്യാൻ പറ്റും? 1 2 3 4 5 6 എണ്ണം ഉണ്ട്. അപ്പോൾ എങ്ങനെ കട്ട് ചെയ്യാൻ പറ്റും? ഇപ്പം 2 2 2 വെച്ച് കട്ട് ചെയ്തു. ഇവിടെ 2 2 2 വെച്ച് കട്ട് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എങ്ങനെ കട്ട് ചെയ്യാൻ പറ്റും? ആണ്ട് 1 2 ഇങ്ങനെ കട്ട് ചെയ്തോളേ. അതായത് ഇവിടെ ഒരെണ്ണം, ഇവിടെ 2 എണ്ണം, ഇവിടെ 2 എണ്ണം, ഇവിടെ ഒരെണ്ണം. ഇപ്പം എത്ര നോഡായി? 3 നോഡായി. അപ്പം ലൂമോയ്ക്ക് എത്ര നോഡുണ്ട്? 3 നോഡുണ്ട്. ഇനി അടുത്തത് 5 4. അത് അടുത്ത ലൂമോയാണ്. ലൂമോ അല്ല, അടുത്ത ഓർബിറ്റിലാണ്. അങ്ങനെ അതിനെ എങ്ങനെ കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്? 1 2 3 4 4 നോഡ്. 1 2 3 4 4 നോഡ്. 1 2 3 4. മറ്റൊരു എത്ര നോഡ്? 5 നോഡ് ഉണ്ടായിരിക്കും. 1 2 3 4 5 നോഡ്. അപ്പോൾ നോഡ് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വരച്ച് നോക്കേണ്ട കാര്യമൊന്നുമില്ല. 5 ആണെങ്കിൽ എത്ര നോഡാണ്? 0 നോഡാണ്. 5 ആണെങ്കിൽ എത്ര നോഡാണ്? 1 നോഡാണ്. 5 ആണെങ്കിൽ 2 നോഡാണ്. അതായത് ആ ഏതാണോ ഓർബിറ്റിൽ അതിൽ നിന്ന് 1 കുറച്ചാൽ മതി. ഇതിൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 0 നോഡ്, ഇതിൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 1 നോഡ്, ഇതിൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 2 നോഡ്, ഇതിൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 3 നോഡ്, പിന്നെ 4 നോഡ് 5 നോഡ്. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഏതാണ് ഹോമോ ലൂമോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചേക്കാം. 135 ഹെക്സാ ട്രൈൻ്റെ കേസിൽ നമുക്ക് 6 ഇലക്ട്രോൺസ് വരുന്നുണ്ട്. അപ്പോൾ 5 2 ഇലക്ട്രോൺ, 5 2 ഇലക്ട്രോൺ, 5 2 ഇലക്ട്രോൺ. അപ്പോൾ 5 ആണ് ഹോമോ. അപ്പോൾ അടുത്ത ലെവലായിരിക്കും ലൂമോ. അതായത് 5 ആണ് ലൂമോ. 5 എന്നിൻ്റെ വാല്യൂ 4 ആണ്. അപ്പോൾ 4 - 1 എടുക്കുക, നമുക്ക് 3 എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ ബി ആണ്. 3 നോഡാണ് നമുക്ക് വരുന്നത്. ഇനി ഇതല്ല വേറൊരു മോളിക്കൂൾ ആയിരുന്നെങ്കിൽ, ഫോർ എക്സാമ്പിൾ 1,4 ഡൈൻ ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 1,4 ബ്യൂട്ടാഡൈൻ ആണെന്ന് വിചാരിക്കുക. 1,4 ബ്യൂട്ടാഡൈൻ. ബ്യൂട്ടാഡൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഡൈൻ, അതായത് 4 ഓർബിറ്റൽസ് ഉണ്ട്, 4 പി ഓർബിറ്റൽസ് ഉണ്ട്. അപ്പോൾ നമുക്ക് 4 ലെവൽസ് കിട്ടും. ഒന്നാമത്തേത് 5 അല്ലേ, ഇത് 6 ഓർബിറ്റൽസ് ഉള്ളതുകൊണ്ട് 6 ലെവല്. 5 5 2 5 3 5 4 4 ലെവൽ. ഇതിൽ എത്ര നോഡാ? 0 നോഡ്. ഇതെത്ര നോഡാ? 1 നോഡ്. ഇതെത്ര നോഡാ? 2 നോഡ്. ഇതെത്ര നോഡാ? 3 നോഡ്. ഇതെനിക്ക് എങ്ങനെ കിട്ടിയേ? ആ എന്നിൻ്റെ വാല്യൂവിൽ നിന്ന്, 5യുടെ കൂടെ കിടക്കുന്ന വാല്യൂവിൽ നിന്ന് 1 കുറച്ചാൽ മതി. ഇനി 5 ആകുമ്പോഴത്തേക്ക് എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? മൊത്തം 4 ഇലക്ട്രോൺസ് ഉണ്ടല്ലേ. 2 പൈ ബോണ്ട് എന്ന് പറയുമ്പോൾ 4 ഇലക്ട്രോൺസ്. അപ്പോൾ ആദ്യത്തെ 2 ഇലക്ട്രോൺ താണ്ടേ, അടുത്ത 2 ഇലക്ട്രോൺ താണ്ടേ. അപ്പോൾ ഇതാണെന്ത്? ഹോമോ. ഇതാണെന്ത്? ലൂമോ. അപ്പോൾ ഹോമോയ്ക്ക് എത്ര നോഡുണ്ട്? 1 നോഡ്. ലൂമോയ്ക്ക് എത്ര നോഡുണ്ട്? 2 നോഡ്. ഇങ്ങനെ ഏത് മോളിക്കൂൾ വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ആ 5 ഏത് ഓർബിറ്റിലാണെന്ന് മാത്രം ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനനുസരിച്ച് ചെയ്തോളാം. സോ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 3 നോഡാണ് നമുക്ക് വരുന്നത്. ഓക്കെ, കാരണം 135 ഹെക്സാ ട്രൈനിൽ നമുക്ക് ഡബിൾ ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ, ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ ഒരു പി ഓർബിറ്റിൽ, അപ്പോൾ അടുത്ത ആളുമായിട്ട് അടുത്ത പി, അപ്പോൾ 2 പി ഓർബിറ്റിലുണ്ട്. അപ്പോൾ അടുത്ത ഡബിൾ ബോണ്ട് 2 പി ഓർബിറ്റിൽ, അടുത്ത ഡബിൾ ബോണ്ട് 2, മൊത്തം 6 പി ഓർബിറ്റൽസ് ഉണ്ട്. അതുകൊണ്ടാണ് 6 ഓർബിറ്റൽസ് നമുക്ക് ഓരോ ലെവലിലും വരുന്നത്. ഓക്കെ, 6 എണ്ണം ചെയ്യുമ്പോൾ 6 മോളിക്കുലർ ഓർബിറ്റൽസ് കിട്ടും. അതിൻ്റെ ഓരോന്നിൻ്റെ നോഡാണ് നമ്മൾ വരച്ച് വെച്ചേക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഇതാണ്: വൈ ഡസ് ദി ബോഡി നീഡ് സൺലൈറ്റ് ടു മേക്ക് പ്രോ വിറ്റമിൻ D2? നമ്മളുടെ ബോഡി മെക്കാനിസവുമായിട്ട് ബന്ധപ്പെട്ടിരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. പ്രോ വിറ്റാമിൻ D2 ഉണ്ടാക്കാനായിട്ട് എന്തുകൊണ്ടാണ് നമുക്ക് സൺലൈറ്റിൻ്റെ പ്രസൻസ് വേണ്ടി വരുന്നത്? അതിൻ്റെ കാരണമുണ്ട്. സൺലൈറ്റ് ഉണ്ടെങ്കിൽ ഒരാളായിട്ട് കൺവേർട്ട് ചെയ്തോളൂ. അതാരാണ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫോർ ദി കൺവേർഷൻ ഓഫ് എർഗോസ്റ്റീറോൾ ടു പ്രോ വിറ്റാമിൻ D2 ത്രൂ സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെൻറ്റ് കറക്റ്റാണ്. കാരണം എർഗോസ്റ്റിറോൾ ആണ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? പ്രോ വിറ്റമിൻ D2 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അതെല്ലാത്തിനകത്തും അത് തന്നെ ആയിരിക്കും. നോക്കി, എർഗോസ്റ്റിറോൾ, ഇത് കൊളസ്ട്രോൾ ആണ്, തെറ്റാണ്. എർഗോസ്റ്റീറോൾ ആണ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? പ്രോ വിറ്റമിൻ D2 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. കൊളസ്ട്രോൾ അല്ല പ്രോ വിറ്റമിൻ D2 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന. പ്രോ വിറ്റമിൻ D2 സൺലൈറ്റിൻ്റെ പ്രസൻസിൽ പ്രോ വിറ്റമിൻ D2 ഉണ്ടാക്കുന്നത് എർഗോസ്റ്റീറോൾ ആണ്. അപ്പോൾ എർഗോസ്റ്റീറോൾ ആണ് പ്രോ വിറ്റമിൻ D2 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പം ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും കറക്റ്റാണ് സ്റ്റേറ്റ്മെൻറ്റ്. പക്ഷേ ഏത് വഴിയെന്ന് ഇവിടെ പറഞ്ഞേക്കുന്നത്? സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെൻറ്റ് തെറ്റാണ്. സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെൻ്റ് അല്ല, ഫോട്ടോ കെമിസ്ട്രിയിൽ ഇലക്ട്രോസൈക്ലിക് റീഅറേഞ്ച്മെൻ്റ് ആണ് നടക്കുന്നത്. അതാണ് ഇലക്ട്രോസൈക്ലിക് റീഅറേഞ്ച്മെൻ്റ് ആണ് നടക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്. പ്രത്യേകം ആലോചിച്ചോളാം. എർഗോസ്റ്റിറോൾ പ്രോ വിറ്റമിൻ D2, അപ്പോൾ എർഗോസ്റ്റിറോൾ ആണ് പ്രോ വിറ്റമിൻ D2 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഇതാണ്: ലിസ്റ്റ് 1 ലിസ്റ്റ് 2 ആയിട്ട് മാച്ച് ചെയ്യുക. ലിസ്റ്റ് 1 എനിക്ക് തോന്നുന്നു ആൽക്കലോയിഡ്സ് ആണ്. ലിസ്റ്റ് 2 ക്വിനോളിൻ, ഐസോക്വിനോളിൻ. ഓക്കെ, അതിൻ്റെ സ്കെലിറ്റൽ സ്ട്രക്ചറാണ്.
ഓരോന്നിട്ട് നമുക്ക് നോക്കാം. ഇത് നമ്മുടെ ആൽക്കലോയിഡ്സുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. സ്ഥിരമായിട്ട് ആൽക്കലോയിഡ്സ് നമുക്ക് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഓരോ ആൽക്കലോയിഡ്സും അത് എവിടെ നിന്ന് കിട്ടുന്നു, പിന്നെ അതിൻ്റെ സ്ട്രക്ചർ എന്താണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ നന്നായിരിക്കും. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. ആദ്യം നിക്കോട്ടിനാണ്. നിക്കോട്ടിൻ്റെ റിങ് വരുന്നത് അല്ലെങ്കിൽ നിക്കോട്ടിൻ്റെ സ്കെലിറ്റൻ വരുന്നത് പൈറോലിഡീനാണ്. നിക്കോട്ടിന് പൈറോലിഡീൻ റിംഗ് ആണ് വരുന്നത്. പിന്നെ അടുത്ത് വരുന്നതെന്ന് പറയുന്നത് പാപ്പവറിൻ ആണ്. പാപ്പവറിൻ വരുന്നത് നമുക്ക് കിനോളിനല്ല, ഐസോകിനോളിനാണ്. ഓക്കെ, പാപ്പവറിൻ വരുന്നത് ഐസോകിനോളിനകത്താണ്. പിന്നെ റെസ്പെറിൻ വരുന്നത് നമുക്ക് ഇൻഡോളിലാണ്. റെസ്പെറിൻ നമുക്ക് വരുന്നത് ഇൻഡോളിലാണ്. ഇൻഡോൾ. ദെൻ ക്യുനീൻ വരുന്നത് അതിനകത്താണ്, ക്യുനോളിനകത്താണ്. ക്യുനീൻ വരുന്നത് ക്യുനോളിനകത്താണ്. സോ ഇതൊക്കെ വരുന്ന ഓപ്ഷൻ നമുക്ക് നോക്കാം. നിക്കോട്ടിൻ, പൈറോലിഡിൻ 1 O ആണ്, 1 O. ദെൻ 2 എന്ന് പറയുന്നത് എവിടെ കിടക്കുന്നത് വേണ്ട ഐസോക്വിനോളിനാണ്. 2 എന്ന് പറയുന്നത് N ആണ്. ദെൻ 3 എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡോൾ റിംഗ് ആണ്. 3 എന്ന് പറയുന്നത് P ആണ്. ദെൻ 4 എന്ന് പറയുന്നത് M ആണ്. ഇത് വരുന്ന ഓപ്ഷൻ നോക്കിയാൽ മതി. 1 O വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. ആൻസർ ഓപ്ഷൻ B ആണ്, ബാക്കിയൊന്നുമല്ല. ജസ്റ്റ് സ്കെലിറ്റൽ സ്ട്രക്ചറാണ്, അത് ജസ്റ്റ് ഒന്ന് നോക്കുക. എല്ലാ സ്കെലിറ്റൽ സ്ട്രക്ചറും പഠിച്ചു വെച്ചേക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. മിക്ക ആൽക്കലോയിഡ്സ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അത് ഇവിടെ നിന്നല്ല, മിക്ക കേസിലും ആൽക്കലോയിഡ്സ് നമുക്ക് ചോദിക്കാറുണ്ട്. അതുകൊണ്ടൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓഫ് ദി ഫോളോയിങ് റാഡിക്കൽസ് വിച്ച് ഈസ് മോസ്റ്റ് സ്റ്റേബിൾ? ഇതിലേതാണ് മോസ്റ്റ് സ്റ്റേബിൾ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓരോ റാഡിക്കൽസ് ആയിട്ട് ചെക്ക് ചെയ്യാം. റാഡിക്കൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം, നോർമലി ഫ്രീ റാഡിക്കലിൻ്റെ സ്റ്റെബിലിറ്റി വരുന്നത് ടെറിഷറി ഫ്രീ റാഡിക്കലാണ് ഏറ്റവും സ്റ്റേബിൾ അല്ലേ. ടെറിഷറി, പിന്നെ വരുന്നത് സെക്കൻഡറി, പിന്നെ വരുന്നത് പ്രൈമറി അല്ലേ. അതായത് ഫ്രീ റാഡിക്കൽ ഫോം ചെയ്തേക്കുന്ന ആൾക്ക് ചുറ്റും 3 കാർബൺസ് ഉണ്ടെങ്കിൽ പുള്ളിക്കാരനാണ് ഏറ്റവും സ്റ്റേബിൾ. അതിനെക്കാട്ടി സ്റ്റെബിലിറ്റി കുറവാണ് 2 കാർബൺ, അതിനെക്കാട്ടി സ്റ്റെബിലിറ്റി കുറവാണ് 1 കാർബൺ. ഇത് തന്നെയാണ് ആരുടെ സ്റ്റെബിലിറ്റി? ഫ്രീ റാഡിക്കലിൻ്റെ സ്റ്റെബിലിറ്റിയും കാർബോകാറ്റയോണിൻ്റെ സ്റ്റെബിലിറ്റിയും ഇത് തന്നെയാണ്. രണ്ടുപേർക്ക് ഈ ഒരേ സ്റ്റെബിലിറ്റിയാണ്. പിന്നെ അതുകൂടാതെ ഇത് കാർബൺ എണ്ണം വെച്ചിട്ട് മാത്രമാണ്. പിന്നെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്, റെസൊണൻസ് എഫക്റ്റ്, അതൊക്കെ വരുമ്പോഴത്തേക്ക് ഇവരുടെ സ്റ്റെബിലിറ്റി പിന്നെയും കൂടും. പിന്നെ വരുന്നത് നമ്മുടെ കാർബാനയോൺ ആണ്. കാർബാനയോണിൻ്റെ കേസിൽ പ്രൈമറി ആണ് ഏറ്റവും സ്റ്റേബിൾ, പിന്നെ സെക്കൻഡറി, പിന്നെ ടെറിഷറി. ഇങ്ങനെയാണ് സ്റ്റെബിലിറ്റി വരുന്നത് കാർബാനയോണിൻ്റെ കേസിൽ. നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം. കാർബോകാറ്റയോണും ചെക്ക് ചെയ്യാം, കാർബാനയോണും ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫ്രീ റാഡിക്കലാണ് ചോദിച്ചിരിക്കുന്നത്, അത് മാത്രം കാര്യം നോക്കാം. ഇവിടെ നോക്കുക, ദാണ്ട ഫ്രീ റാഡിക്കൽ ഇവിടെ ഇരിക്കുന്നു. ഇതാണ് കാർബൺ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഇവിടെ ഒരു CH3 ഗ്രൂപ്പാണ് അല്ലേ. ഇവിടെ ഒരു ബെൻസീറിംഗ് ആണ്. ബെൻസീറിംഗ് അല്ല, സൈക്ലോഹെക്സൈൻ ആണ്. സൈക്ലോഹെക്സൈൻ അങ്ങനെ പ്രത്യേകിച്ച് എഫക്റ്റ് ഒന്നും ഇല്ല, അതുകൊണ്ട് അവർ ഒരു എഫക്റ്റും കാണിക്കില്ല. പക്ഷേ CH3 ഗ്രൂപ്പിന് +I എഫക്റ്റ് ഉണ്ട്. +I എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ കൊടുക്കുന്ന എഫക്റ്റ് ആണ്. ഫ്രീ റാഡിക്കൽസിന് ഇലക്ട്രോണിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഇലക്ട്രോണിനെ ആരെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവരെന്താവും? എക്സ്ട്രാ സ്റ്റേബിൾ ആവും. അതുകൊണ്ട് +I എഫക്റ്റ് ഇലക്ട്രോണിനെ കൊടുക്കുന്ന എഫക്റ്റ് ആണ്. അതുകൊണ്ട് ആ ഫ്രീ റാഡിക്കൽ സ്റ്റേബിൾ ആണ്. നമ്മുടെ അടുത്ത് ഇതിൽ ഏതാണ് ഏറ്റവും സ്റ്റേബിൾ എന്നാണ്. പിന്നെ എന്താ, ഇവിടെ ഒരു ഫ്രീ റാഡിക്കൽ ഉണ്ട്. ആ ഫ്രീ റാഡിക്കലിൽ ഇവിടെ ഒരു CH3 ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ ഒരു CH3 ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ ഒരു CH2 ഉണ്ട് അല്ല. ഇവിടെ ഇത് +I എഫക്റ്റ് കാണിക്കുന്നുണ്ട്, ഇത് +I എഫക്റ്റ് കാണിക്കുന്നുണ്ട്, ഇത് +I എഫക്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ 3 +I എഫക്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിനെക്കാട്ടി കുറച്ചും കൂടെ സ്റ്റേബിൾ ആയിരിക്കും ഇയാൾ. ഓക്കെ, അടുത്തതിലോട്ട് നമുക്ക് പോവാം. ഇവിടെ ഒരു CH3 ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ ഒരു CH3 ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ ഒരു CH2 ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഇവിടെയും +I എഫക്റ്റ് ഉണ്ട്, +I എഫക്റ്റ് ഉണ്ട്, +I എഫക്റ്റ് ഉണ്ട്. അപ്പോൾ അതും സ്റ്റേബിളാണ്. പിന്നെ ഇവിടെ ഡബിൾ ബോണ്ടിൻ്റെ ക്യാരക്ടർ കൂടെ വരുന്നുണ്ട്. പക്ഷേ റെസൊണൻസ് വരത്തില്ല. കാരണം റെസൊണൻസ് വരണമെന്നുണ്ടെങ്കിൽ ഈ ഫ്രീ റാഡിക്കൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിൻ്റെ തൊട്ടടുത്ത കാർബണിൽ ഡബിൾ ബോണ്ട് വരണം, എങ്കിലേ റെസൊണൻസ് വരത്തുള്ളൂ. റെസൊണൻസ് വന്നാൽ കുറച്ചും കൂടെ സ്റ്റേബിൾ ആവും കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ഫ്രീ റാഡിക്കൽ വന്ന് ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്. ഡബിൾ ബോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ റെസൊണൻസ് ഉണ്ടോ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. പക്ഷേ ഇവിടെ റെസൊണൻസ് ഇല്ല. കാരണം റെസൊണൻസ് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഫ്രീ റാഡിക്കൽ ആണെങ്കിൽ ഡോട്ടാണ്, കാർബോകാറ്റയോൺ ആണെങ്കിൽ പോസിറ്റീവ് ചാർജ് ആണ്, കാർബാനോൺ ആണെങ്കിൽ നെഗറ്റീവ് ആണ്. ഇപ്പം റെസൊണൻസ് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇവർ 3-ൽ ആര് റെസൊണൻസ് കാണിച്ചാലും അവർ സ്റ്റേബിൾ ആവും. റെസൊണൻസ് കാണിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ആ ചാർജ്, ഇപ്പം കാർബോകാറ്റയോൺ ആണെങ്കിൽ പോസിറ്റീവ് ചാർജ് എടുത്തേക്കുന്ന കാർബൺ, കാർബാനയോൺ ആണെങ്കിൽ നെഗറ്റീവ് ചാർജ് വരുന്ന കാർബൺ, ഫ്രീ റാഡിക്കൽ ആണെങ്കിൽ ഡോട്ട് വരുന്ന കാർബൺ, ആ കാർബണിൻ്റെ തൊട്ടടുത്ത കാർബണിൽ ഡബിൾ ബോണ്ട് വരണം. ഇവിടെ ഫ്രീ റാഡിക്കൽ ഫോം ചെയ്തേക്കുന്ന കാർബണിൻ്റെ തൊട്ടടുത്ത കാർബണിലല്ല ഡബിൾ ബോണ്ട്, അത് കഴിഞ്ഞിട്ടാണ് ഡബിൾ ബോണ്ട്. അപ്പോൾ എന്തിനുള്ള പോസിബിലിറ്റി ഇല്ല? റെസൊണൻസിനുള്ള പോസിബിലിറ്റി ഇല്ല. റെസൊണൻസ് ഉണ്ടായിരുന്നെങ്കിൽ പുള്ളിക്കാരൻ സ്റ്റേബിൾ ആയാണ്. അടുത്ത ഓപ്ഷൻ നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ ഫ്രീ റാഡിക്കൽ ഉണ്ട്, ഇവിടെ രണ്ടും ഹൈഡ്രജൻസ് ആണ്, അപ്പം +I എഫക്റ്റ് ഇല്ല. പിന്നെ ഇവിടെ ഒരു O ഗ്രൂപ്പ് ഉണ്ട്. O എന്ന് പറയുന്നത് കണ്ടോ, ലോൺ പെയറുമായിട്ട് ഇരിക്കുകയാണ്. Oയുടെ കയ്യിൽ ലോൺ പെയർ ഉണ്ട്. സോ ലോൺ പെയർ ഉള്ളതുകൊണ്ട് O എന്തിനെ കൊടുക്കും? ലോൺ പെയറിനെ കൊടുക്കും. സോ ലോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യും. സോ ലോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യുന്നത് കൊണ്ട് അവരെന്താണ്,
അതൊരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് അല്ല, അതൊരു ഇലക്ട്രോൺ ഷെയർ ചെയ്യുന്ന ഗ്രൂപ്പാണ്. അതായത് പ്ലസ് മീസോമെറിക് എഫക്റ്റ് കാണിക്കുന്ന ഗ്രൂപ്പാണ്. ഇലക്ട്രോണെ കൊടുക്കുന്ന ഗ്രൂപ്പുകളാണ്. സോ ഇലക്ട്രോണെ കൊടുക്കുന്നത് കൊണ്ട് ഇയാൾ എക്സ്ട്രാ എന്തായിരിക്കും, സ്റ്റേബിൾ ആയിരിക്കും. ഇവിടെ എല്ലാം ഇലക്ട്രോണെ കൊടുക്കുന്നുണ്ട്. ഈ ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും മീസോമെറിക് എഫക്റ്റിനെക്കാട്ടിയും കുറവാണ് ഇൻഡക്റ്റീവ് എഫക്റ്റ്. മീസോമെറിക് എഫക്റ്റും കൊടുക്കുകയാണ്, ഇൻഡക്റ്റീവ് എഫക്റ്റും കൊടുക്കുകയാണ്. പക്ഷേ ഇൻഡക്റ്റീവ് എഫക്റ്റിൽ കൊടുക്കുന്ന കണക്ക് അഭിനയിക്കത്തേ ഉള്ളൂ. അതായത് ഷെയർ ചെയ്തേക്കുന്ന ഇലക്ട്രോണെ മാത്രമേ കൊടുക്കത്തുള്ളൂ. ഷെയർ ചെയ്തേക്കുന്ന ഇലക്ട്രോണെ കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയർ ചെയ്തേക്കുന്ന ഇലക്ട്രോണിനെ അങ്ങോട്ട് നീക്കി വെച്ച് കൊടുക്കത്തേ ഉള്ളൂ. അയാളുടെ കയ്യിൽ തന്നെ ആയിരിക്കും ഇലക്ട്രോൺ ഇരിക്കുന്നത്, പക്ഷേ പൊസിഷൻ ഒന്ന് മാറത്തേ ഉള്ളൂ. പക്ഷേ മീസോമെറിക് എഫക്റ്റ് അങ്ങനെയല്ല. അവിടെ ഷെയർ ചെയ്തേക്കുന്ന ഇലക്ട്രോണിനെ അല്ല അവർ ട്രാൻസ്ഫർ ചെയ്യുന്നത്, അവരുടെ കയ്യിൽ എക്സ്ട്രാ ഉള്ള ഇലക്ട്രോൺസിനെയാണ്. അപ്പോൾ എക്സ്ട്രാ ഉള്ള ഇലക്ട്രോൺസിനെ പാസ് ചെയ്യുന്നത് വെച്ചാൽ അയാളുടെ കയ്യിൽ നിന്ന് മറ്റേ ആൾക്ക് കംപ്ലീറ്റ് ആയിട്ടും കിട്ടുകയാണ്. മറ്റേ അടുത്ത് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നതില്ല, ജസ്റ്റ് ബോണ്ടിൽ നിന്ന് അങ്ങോട്ട് നീക്കി വെക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് മീസോമെറിക് എഫക്റ്റ് തന്നെയാണ് സ്റ്റേബിൾ. സോ ആൻസർ വരുന്നത് 4 4 വരുന്ന ഓപ്ഷൻ ഡി ആണ്. 4 നമ്മുടെ ആൻസർ വരുന്നത്. ഇവിടെ എല്ലാം പ്ലസ് ഐ എഫക്റ്റ് വരുന്നുണ്ട്, പക്ഷേ ലാസ്റ്റ് വരുന്ന എഫക്റ്റ് പ്ലസ് മീസോമെറിക് എഫക്റ്റ് ആണ്. പ്ലസ് ഐ എഫക്റ്റിനെക്കാട്ടിയും സ്റ്റേബിൾ ആണ് പ്ലസ് മീസോമെറിക് എഫക്റ്റ്. കാരണം ഇവിടെ ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്നില്ല, ഇലക്ട്രോണിൻ്റെ ജസ്റ്റ് ഒരു ഡിസ്ലൊക്കേഷൻ മാത്രമേ ഉള്ളൂ, ലൊക്കേഷൻ ഒന്ന് മാറുന്നതേ ഉള്ളൂ. അതായത് CH3യുടെ കയ്യിലിരിക്കുന്ന ഇലക്ട്രോൺസ് ഇവിടെയുള്ള ഈ ഇലക്ട്രോൺ 2 ഇലക്ട്രോൺ വരുമ്പോഴാണ് ഒരു ബോണ്ട് കിട്ടുന്നത്. അതിൽ ഈ ഇലക്ട്രോൺ നീങ്ങി ഇയാളുടെ അടുത്തോട്ട് വന്ന് നിൽക്കും, അങ്ങോട്ട് നീങ്ങിയിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനല്ല. ഇവിടെ ഓയുടെ കയ്യിലുള്ള ഈ ലോൺ പെയർ കംപ്ലീറ്റ് ആയിട്ട് ആർക്ക് കിട്ടും, ആ ഫ്രീ റാഡിക്കലിന് കിട്ടും. അതുകൊണ്ട് അതാണ് ഏറ്റവും സ്റ്റേബിൾ ആവും. ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. സോ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ എ മേജർ പ്രൊഡക്റ്റ് വെൻ 2-methyl butane is allowed to react with bromine in presence of light or heat. ലൈറ്റിൻ്റെയോ ഹീറ്റിൻ്റെയോ പ്രസൻസിൽ 2-methyl butane നമ്മൾ ബ്രോമിനുമായിട്ട് റിയാക്ട് ചെയ്യാൻ അലോ ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിലേതായിരിക്കും മേജർ പ്രൊഡക്റ്റ്? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ ആദ്യം 2-methyl butane വരയ്ക്കാം. അത് ബ്രോമിനുമായിട്ട് റിയാക്ട് ചെയ്യാൻ പോവാണ് ഇൻ പ്രസൻസ് ഓഫ് ലൈറ്റ് ഓർ ഹീറ്റ്. ലൈറ്റിൻ്റെയും ഹീറ്റിൻ്റെയും പ്രസൻസിൽ. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം, ലൈറ്റിൻ്റെയോ ഹീറ്റിൻ്റെയോ പ്രസൻസിലാണെങ്കിൽ ഏത് മെക്കാനിസമാണ് വരുന്നത്? ഫ്രീ റാഡിക്കൽ മെക്കാനിസമാണ് വരുന്നത്. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ലൈറ്റിൻ്റെയോ ഹീറ്റിൻ്റെയോ പ്രസൻസിൽ നമുക്ക് ഫ്രീ റാഡിക്കൽ മെക്കാനിസമാണ്. അതാണ് നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം 2-methyl butane വരയ്ക്കാം. ബ്യൂട്ടേൻ എങ്ങനെ ഇരിക്കും? മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്. ഇതാണ് ബ്യൂട്ട്. എയിൻ ആയതുകൊണ്ട് എല്ലാം എന്തായിരിക്കും? സിംഗിൾ ബോണ്ട്. എല്ലാം സിംഗിൾ ബോണ്ട്. പിന്നെ രണ്ടാമത്തെ കാർബണിൽ മീഥൈൽ. ഇതും രണ്ടാമത്തെയാണ്, ഇതും രണ്ടാമത്തെയാണ്. ഞാൻ ഇവിടെ കൊടുക്കുന്നു രണ്ടാമത്തെ കാർബണിൽ മീഥൈൽ. ബാക്കിയെല്ലാം ഹൈഡ്രജനെ കൊടുക്കുക. ഇവിടെ 3 ഹൈഡ്രജൻ, ഇവിടെ 3 ബോണ്ടായി, ബാക്കി 1 ഹൈഡ്രജൻ, ഇവിടെ 2 ഹൈഡ്രജൻ, ഇവിടെ 3 ഹൈഡ്രജൻ. ഇതാണ് 2-methyl butane. അപ്പോൾ ഞാനതൊന്ന് വൃത്തിയായിട്ട് വരയ്ക്കുകയാണ്. ഇങ്ങോട്ടെ CH3 അല്ലേ, CH3, CH2, CH3, 2-methyl butane. ഓക്കെ, ഇനി ഇതിനെ ആരുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്നു? ബ്രോമിനുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്നു. സോ പ്ലസ് ബ്രോമിൻ, ബ്രോമിനുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കും. സോ ഇതിലേതാണ് നമ്മുടെ മേജർ പ്രൊഡക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ഓപ്ഷൻസ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് നോക്കാം. Br2മായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. Br2മായിട്ട് റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ Br2മായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഏത് മെക്കാനിസം? ഫ്രീ റാഡിക്കൽ മെക്കാനിസമാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു കാർബൺ ഹൈഡ്രജൻ ബോണ്ടിന് ബ്രേക്ക് ഡൗൺ സംഭവിക്കും. ഏതെങ്കിലും ഒരു കാർബൺ ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ഡൗൺ ആവും. നമുക്ക് ഏതെങ്കിലും കാർബൺ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടോ നോക്കാം. ആണ്, ഇവിടെ ഒരു കാർബൺ ഹൈഡ്രജൻ ബോണ്ട് ഇല്ലേ? ഇങ്ങനെയാണ് CH3, CH3 അല്ലേ, CH2, CH3, H. ഇവിടെ എല്ലാം കാർബൺ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. ഇവിടെ കാർബൺ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്, ഇവിടെ കാർബൺ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഇതിനെ മാത്രം ഞാൻ എടുത്തത്? കാരണം ഈ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഇവിടെ ഫ്രീ റാഡിക്കൽ ഫോം ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഫ്രീ റാഡിക്കൽ ടെറിഷറിയാണ് അല്ലേ. ഇതാണ്ട ഈ ഫ്രീ റാഡിക്കൽ അറ്റാച്ച് ചെയ്തേക്കുന്ന കാർബണിന് 3 കാർബണുമായിട്ട് ബന്ധമുണ്ട്. അതിന് ടെറിഷറിയാണ്. നമ്മൾ ഓൾറെഡി ക്വസ്റ്റിനകത്ത് പറഞ്ഞായിരുന്നു ഫ്രീ റാഡിക്കൽ ഫോം ചെയ്യുമ്പോൾ ടെറിഷറിയാണ് സ്റ്റേബിൾ എന്ന്. അപ്പോൾ ടെറിഷറി ഫോം ചെയ്യാനേ എല്ലാവരും നോക്കത്തുള്ളൂ. അപ്പോൾ ടെറിഷറിയാണ് ഏറ്റവും സ്റ്റേബിൾ. അപ്പോൾ അവിടെ ആയിരിക്കും ആ ബ്രേക്കേജ് ആയിരിക്കും നടക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് ബാക്കി നടക്കുന്നില്ല? ഇവിടെ വേണമെങ്കിൽ ബ്രേക്ക് ഡൗൺ ചെയ്യാം. അപ്പോൾ ഫ്രീ റാഡിക്കൽ ഇവിടെ വരും, പക്ഷേ ഇത് പ്രൈമറിയാണ്, ഒരാളുമായിട്ടേ ഉള്ളൂ ബന്ധം. ഇവിടെ ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് സെക്കൻഡറി. ഇവിടെ ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് പ്രൈമറിയാണ്. ഇവിടെയും പ്രൈമറിയാണ്, ഇവിടെയും പ്രൈമറിയാണ്. പ്രൈമറിയെക്കാട്ടിയും സ്റ്റെബിലിറ്റിയാണ് സെക്കൻഡറിക്ക്, സെക്കൻഡറിയെക്കാട്ടിയും സ്റ്റെബിലിറ്റിയാണ് ടെറിഷറിക്ക്. ടെറിഷറിയിലായിരിക്കും ബോണ്ട് ബ്രേക്കേജ് നടക്കുന്നത്. പിന്നെ അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഈ Br വന്നിട്ട് ഇതിനകത്ത് അറ്റാച്ച് ചെയ്യുന്നു. സോ Br ഇവിടെ വരും. നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ട് ഇതായിരിക്കും. ഇവിടുത്തെ H മാറി
എച്ച് മാറി അതിന് പകരം ആര് വരും, Br വരും. ഇതായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതായത് ഇതിങ്ങനെ ആയിരിക്കും. ഇത് CH3, ഇവിടെ ഒരു C, അതിനകത്ത് ആര് വരുന്നു, Br വരുന്നു, പിന്നെ CH2 CH3. ഇതായിരിക്കും നമുക്ക് കിട്ടുന്നത്. പിന്നെ അതാ ആ Br വരുന്ന കാർബണിനകത്ത് ഒരു CH3 ഉണ്ട് അല്ലേ, Br വന്നേക്കുന്ന കാർബണിനകത്ത് ഒരു CH3 ഉണ്ട്. ഇതാണ് നമുക്ക് കിട്ടുന്നത്. ഇത് വരുന്ന ഓപ്ഷൻ ഏതാ, ഇത് വരുന്ന ഓപ്ഷൻ ഏതാന്ന് നോക്കിക്കേ. ഇതല്ല, ഇതല്ല, ഇതല്ല. ആൻസർ ഏതാ, ബി ആയിരിക്കും. ഇത് ലൈറ്റ് ഓർ ഹീറ്റിൻ്റെ പ്രസൻസിലായതുകൊണ്ടാണ് ഫ്രീ റാഡിക്കൽ മെക്കാനിസം എന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫ്രീ റാഡിക്കലിൻ്റെ സ്റ്റെബിലിറ്റി ടെറിഷറിക്കാണ് ഏറ്റവും സ്റ്റെബിലിറ്റി കൂടുതൽ. അപ്പോൾ ടെറിഷറി ഫോം ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവർ അതേ ഫോം ചെയ്യൂ. ഇനി അഥവാ സെക്കൻഡറി ആണ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അവർ റീഅറേഞ്ച് ചെയ്ത് ടെറിഷറി ആയിട്ട് കൺവേർട്ട് ചെയ്യും, റീഅറേഞ്ച് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇപ്പോൾ റീഅറേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ സെക്കൻഡറി വെച്ചിട്ട് തന്നെ റിയാക്ഷൻ കണ്ടിന്യൂ ചെയ്യുക അവർ. പക്ഷേ ഇവിടെ നമുക്ക് ടെറിഷറി ഫോം ചെയ്യാം. അതുകൊണ്ട് ആ CH ബോണ്ട് ബ്രേക്ക് ചെയ്യും, അവിടെ ബ്രോമിൻ വന്ന് അറ്റാക്ക് ചെയ്യും. കാരണം CH ബോണ്ട് ബ്രേക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ ടെറിഷറി കിട്ടും. ഇവിടെ പ്രൈമറി, ഇവിടെ പ്രൈമറി, ഇവിടെ സെക്കൻഡറി, ഇവിടെ പ്രൈമറി. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് റിയാക്ഷൻ ഹാസ് പോസിറ്റീവ് ഹമറ്റ് റിയാക്ഷൻ കോൺസ്റ്റന്റ് P വാല്യൂ? ഇതിൽ ഏതിലാണ് പോസിറ്റീവ് ഹമറ്റ് റിയാക്ഷൻ കോൺസ്റ്റന്റ് വരുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഓരോ ഓപ്ഷൻസ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ ഇതാണ്, SN2 ഡിസ്പ്ലേസ്മെന്റ് ഓഫ് അയഡിൻ ഫ്രം ഈഥൈൽ അയഡൈഡ് ബൈ ഫിനോക്സൈഡ് ആനയോൺ. ഈഥൈൽ അയഡൈഡിൽ നിന്ന് നമ്മൾ അയഡിനെ റിമൂവ് ചെയ്യുന്നു. ഏത് വഴി, ഫിനോക്സൈഡ് അയോൺസ് വഴി. രണ്ടാമത്തേത് ഹൈഡ്രോളിസിസ് ഓഫ് ഡൈമീഥൈൽ ബെൻസീൻ ക്ലോറൈഡ് ത്രൂ SN1 പാത്വേ. ദെൻ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ബിറ്റ്വീൻ പിപ്പിരിഡിൻ ആൻഡ് 1-bromo-2-nitrobenzene. ദെൻ നൈട്രേഷൻ ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ബെൻസീൻ ഡെറിവേറ്റീവ്. നമുക്ക് ഓരോ ഓപ്ഷൻസ് ആയിട്ട് ഒന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ പറഞ്ഞേക്കുന്നത്, അപ്പോൾ അതിനു മുമ്പ് ഞാൻ എന്താണ് ഈ ഹാമറ്റ് റിയാക്ഷൻ അല്ലെങ്കിൽ ഹാമറ്റ് കോൺസ്റ്റന്റ് എന്ന് പറയാം. നമുക്ക് ഹാമറ്റ് ഇക്വേഷനും ഉണ്ട്, താഫ്റ്റ് ഇക്വേഷനും ഉണ്ട്. രണ്ടും നമ്മൾ പറയുന്നത് ഈ ഹാമറ്റ് ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു റിയാക്ഷനകത്ത് നമ്മളുടെ എന്താ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്, ഇവരുടെയൊക്കെ എഫക്റ്റ്, അതിനെപ്പറ്റിയാണ് നമുക്ക് ഹാമറ്റ് ഇക്വേഷൻ പറഞ്ഞു തരുന്നത്. താഫ്റ്റ് ഇക്വേഷൻ പറയുന്നത് സ്റ്റെറിക് ഹിൻഡ്രൻസിനെ പറ്റിയാണ്. ഒരു റിയാക്ഷനകത്ത് സ്റ്റെറിക് ഹിൻഡ്രൻസ് എങ്ങനെയാണോ അഫക്റ്റ് ചെയ്യുന്നത്, അതാണ് നമ്മുടെ താഫ്റ്റ് ഇക്വേഷൻ പറയുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഹാമറ്റ് ഇക്വേഷനകത്ത് ഹൈഡ്രജനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ആക്കി വെച്ചേക്കുന്നത്. ഹൈഡ്രജൻ അതിൻ്റെ വാല്യൂ 0 ഒക്കെയാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഹാമറ്റ് കോൺസ്റ്റന്റിൻ്റെ വാല്യൂ 0 ഒക്കെയാണ് ഹൈഡ്രജൻ്റെ കേസിൽ നമ്മൾ പരിഗണിക്കുന്നത്. ഇതിന് മുകളിൽ പോസിറ്റീവ് വാല്യൂസ് വരുന്നവരുണ്ട്, നെഗറ്റീവ് വാല്യൂസ് വരുന്നവരുണ്ട്. നെഗറ്റീവ് വാല്യൂ ആണ് മുകളിൽ. ഓക്കെ, എന്തായാലും വേണ്ട, പോസിറ്റീവ് വാല്യൂസും ഉണ്ട്, നെഗറ്റീവ് വാല്യൂസും ഉണ്ട്. പോസിറ്റീവ് വാല്യൂസ് വരുന്നത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുകൾക്കാണ്. അതായത് അറ്റാക്ക് ചെയ്യാൻ വരുന്ന ആൾക്കാർ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുകളാണെങ്കിൽ അതിൽ പോസിറ്റീവ് ഹാമറ്റ് വാല്യൂവും, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പുകളാണെങ്കിൽ അവർക്ക് നെഗറ്റീവ് ഹാമറ്റ് വാല്യൂ ആയിരിക്കും വരുന്നത്. നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് ഇതിനകത്ത് ഏതാണ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് നോക്കിയാൽ മതി. 2 ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിൽ ആരാണോ സ്ട്രോങ് അയാൾക്കായിരിക്കും ഹാമറ്റ് വാല്യൂ പോസിറ്റീവ് വരുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ ഹാസ് പോസിറ്റീവ് ഹാമറ്റ് റിയാക്ഷൻ കോൺസ്റ്റന്റ്? അപ്പോൾ ഇതിൽ ഏതോ ഒരാൾക്ക് മാത്രമേ ഉള്ളൂ പോസിറ്റീവ് ഹാമറ്റ്, ബാക്കി എല്ലാവർക്കും നെഗറ്റീവ് ആണ്. ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. ഫസ്റ്റ്, SN2 ഡിസ്പ്ലേസ്മെന്റ് ഓഫ് അയഡൈഡ് ഫ്രം ഈഥൈൽ അയഡൈഡ് ബൈ ഫിനോക്സൈഡ് അയോൺ. ഫിനോക്സൈഡ് അയോൺസ് ഈഥൈൽ അയഡൈഡിൽ നിന്ന് അയഡൈഡിനെ മാറ്റുന്നു. അപ്പോൾ അയഡിനെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഫിനോക്സൈഡ് അയോൺസ് വരുന്നു. ഫിനോക്സൈഡ് അയോൺസ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ് അല്ലേ, ഇതല്ലേ ഫിനോക്സൈഡ് അയോൺ. ബെൻസിറിങ്ങിന് മുകളിൽ O മൈനസ്, ഇതൊരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്, ഇലക്ട്രോൺസിന് കൊടുക്കുന്ന ഗ്രൂപ്പുകളാണ്. അവർക്ക് ഹാമറ്റ് വാല്യൂ എപ്പോഴും എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ആൻസർ ഓപ്ഷൻ എ അല്ല, കാരണം നെഗറ്റീവ് ഹാമറ്റ് വാല്യൂ അല്ല, പോസിറ്റീവ് ഹാമറ്റ് വാല്യൂ ആണ് ചോദിച്ചേക്കുന്നത്. രണ്ടാമത്തത് ഹൈഡ്രോളിസിസ് ഓഫ് എ ഡൈമീഥൈൽ ബെൻസീൻ ക്ലോറൈഡ് ത്രൂ SN1 പാത്വേ. SN1 പാത്വേ ആണെങ്കിൽ നിങ്ങൾക്കറിയാം, SN1 റിയാക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു ബേസ് വരണം അല്ലേ, ബേസ് വന്ന് ഹൈഡ്രജനെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ ആ ബേസ് വന്ന് റിയാക്ട് ചെയ്യണം, അല്ലെങ്കിൽ ആ മറ്റേ നമ്മുടെ ഹാലജൻ എലിമിനേറ്റ് ചെയ്ത് പോകണം, അത് Br മൈനസ് പോകണം, അതിനുശേഷം ഒരു പോസിറ്റീവ് ചാർജ് വരും അല്ലേ. അപ്പോൾ SN1 മെക്കാനിസം ആണെങ്കിൽ യൂണിമോളിക്കുലർ ആണ്, ഒരേ സമയം തന്നെ നമ്മുടെ ന്യൂക്ലിയോഫൈൽ ഒന്ന് അറ്റാക്ക് ചെയ്യുകയും ചെയ്യും. പിന്നെ അതേ കണക്ക് തന്നെ ഇത് മറ്റേ ലീവിംഗ് ഗ്രൂപ്പ് ഇറങ്ങി പോവുകയും ചെയ്യും. അപ്പോൾ ന്യൂക്ലിയോഫൈലാണ് ഒന്ന് അറ്റാക്ക് ചെയ്യുന്നത്. ന്യൂക്ലിയോഫൈൽസ് എന്നാൽ എന്ത് ലവ് ചെയ്യുന്ന ആൾക്കാരാണ്, ന്യൂക്ലിയസ് ലവ് ചെയ്യുന്ന ആൾക്കാർ. ന്യൂക്ലിയസ് ലവ് ചെയ്യണമെങ്കിൽ അവർക്ക് എന്ത് ചാർജ് ആയിരിക്കണം, നെഗറ്റീവ് ചാർജ്. അപ്പോൾ അവരും എന്താണ്, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പുകളാണ്. അപ്പോൾ ഇവിടെയും ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ഹാമറ്റ് വാല്യൂ ആണ്. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുകൾ വരുമ്പോഴാണ് പോസിറ്റീവ് ഹാമറ്റ് വാല്യൂ. SN1 റിയാക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഈ ഡൈമീഥൈൽ ബെൻസീൻ ക്ലോറൈഡിൽ SN1 റിയാക്ഷൻ നടക്കണമെങ്കിൽ ഒരു ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലേ SN1. അപ്പോൾ ഒരു ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യണം. ന്യൂക്ലിയോഫൈൽ ഏതാ, ന്യൂക്ലിയസ് ലവ് ചെയ്യുന്ന ആൾക്കാർ. ന്യൂക്ലിയസ് ലവ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് ചാർജാണ്, നെഗറ്റീവ് ചാർജ്. ന്യൂക്ലിയസ് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് ലവ് ചെയ്യണമെങ്കിൽ അവർക്ക് നെഗറ്റീവ് ചാർജ്. അപ്പോൾ ന്യൂക്ലിയസിൽ വന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ അവർ ഇലക്ട്രോൺ കൊടുക്കുകയാണ്. അതുകൊണ്ട് ഡൊണേറ്റിംഗ് ഗ്രൂപ്പുകളാണ്, അവിടെയും നെഗറ്റീവ് ഹാമറ്റ് വാല്യൂ ആണ്. പിന്നെ പറഞ്ഞേക്കുന്നത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ബിറ്റ്വീൻ പിപ്പെരിഡിൻ ആൻഡ് 1-bromo-2-nitrobenzene.
പിപ്പിരിഡീനും 1-ബ്രോമോ 2-നൈട്രോ ബെൻസീനും ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് അല്ലേ, SN1 റിയാക്ഷൻ തന്നെയാണ്. പിപ്പിരിഡീനും പിന്നെ ആരും തമ്മില 1-ബ്രോമോ 2-നൈട്രോ ബെൻസീൻ ആണ്. ഈ 1-ബ്രോമോ 2-നൈട്രോ ബെൻസീൻ ആരാ? 1-ബ്രോമോ 2-നൈട്രോ ബെൻസീൻ. പിപ്പിരിഡീനും അതിൻ്റെ കൂടെ ആരാ? 1-ബ്രോമോ 2-നൈട്രോ ബെൻസീനുമാണ്. 1-ബ്രോമോ 2-നൈട്രോ ബെൻസീൻ ആരാ? ഇതൊരു അല്ലേ ബ്രോമിൻ ഗ്രൂപ്പ് ഉണ്ട്, ദെൻ NO2 ഗ്രൂപ്പ് ഉണ്ട്. ഇതൊരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. സോ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വന്നതുകൊണ്ട് ഇതിനാണ് ഏത് വാല്യൂ വരുന്നത്? പോസിറ്റീവ് ഹാമറ്റ് വാല്യൂ വരുന്നത്. പോസിറ്റീവ് ഹാമറ്റ് വാല്യൂ വരുന്നത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വന്നതുകൊണ്ട്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. സോ ഓപ്ഷൻ ഡി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓപ്ഷൻ ഡിയിൽ നൈട്രേഷൻ ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ ഡെറിവേറ്റീവ്സ് ആണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബെൻസീൻ ഉണ്ട്, ഏതെങ്കിലും ഒരു ബെൻസീൻ ഡെറിവേറ്റീവ്സ് ഉണ്ട്. ബെൻസീൻ നമുക്ക് എ എന്ന് പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂട്ടിന് വരുന്നു. പിന്നെ അതിനകത്തോട്ട് നമ്മൾ നൈട്രേഷൻ ആഡ് ചെയ്യുന്നു. നൈട്രേഷൻ എന്ന് പറയുമ്പോൾ NO2 ഗ്രൂപ്പാണ്. NO2 പ്ലസിനെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇതൊരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. NO2 പ്ലസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് അല്ല, കാരണം ഇതിന് പോസിറ്റീവ് ചാർജ് ആണ്. അപ്പോൾ ഇത് ഇലക്ട്രോഫൈലാണ്. അപ്പോൾ ന്യൂക്ലിയോഫൈലുള്ള സ്ഥലത്തായിരിക്കും ഇത് പോയി അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോണിനെ വേടിക്കാനാണ് ഇവർ നോക്കുന്നത്. അപ്പോൾ ഇതൊരു ഇലക്ട്രോൺ വേടിക്കുന്ന ഗ്രൂപ്പുകളാണ്. സോ ഇവർ നേരെ വന്ന് ആരിൽ അറ്റാച്ച് ചെയ്യുന്നു? നമ്മുടെ ബെൻസീറിങ്ങിൽ അറ്റാച്ച് ചെയ്യുന്നു. അറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്ക് രണ്ട് പോസിബിലിറ്റി ഉണ്ട്. ഓർത്തോ പൊസിഷനിലാണ് കൂടുതലായിട്ട് നമുക്ക് വരുന്നത്. ഓർത്തോ പൊസിഷൻ അറിയാം. നോർമലി ഓർത്തോ പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ ഹാമറ്റ് ഇക്വേഷൻ്റെ വാല്യൂ അത് ഇലക്ട്രോൺ വിഡ്രോയിങ് ആയാലും ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആയാലും പാരാ പൊസിഷനിൽ വരുന്നതാണ് കൂടുതൽ, പിന്നെ മെറ്റാ പൊസിഷനിൽ വരുന്നത്. ഈ രണ്ട് പൊസിഷനിൽ വരുന്ന കേസിലാണ് നമുക്ക് വാല്യൂ പോസിറ്റീവ് ആവുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ഓർത്തോ പൊസിഷനിലാണ് കൂടുതലും വരുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ വാല്യൂ പോസിറ്റീവ് അല്ല. സോ നമുക്ക് പോസിറ്റീവ് വരുന്ന ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ബിറ്റ്വീൻ പിപ്രിഡീൻ ആൻഡ് 1-ബ്രോമോ 2-നൈട്രോ ഫീനോളാണ്. അവിടെ നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ കോമ്പൗണ്ട്. ബ്രോമിനും ഉണ്ട്, ദെൻ നൈട്രോയും ഉണ്ട്, NO2 ഗ്രൂപ്പും ഉണ്ട്. ഇതാണ് നമ്മുടെ മോളിക്യൂൾ. ഇത് മൊത്തത്തിലാണ് നമ്മൾ പറയുന്നത്. ഇത് മൊത്തത്തിലൊരു എന്ത് ഗ്രൂപ്പാണ്? ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. സോ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ ആൻസർ പോസിറ്റീവ് ആണ്. മറ്റേത് NO2 ഗ്രൂപ്പിനെ വെച്ചിട്ട് മാത്രമാണ് നമ്മൾ പറയുന്നത്. സോ അതുകൊണ്ട് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്.